എന്താ സാറേ, ഈ ലോകത്തൊന്നും അല്ലേ? ഞാൻ നമ്മുടെ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് ആലോചിക്കായിരുന്നു. ഇതായി പാല് കുടിക്കും. പിന്നെ പാല് വേറെ ജോലിയൊന്നുമില്ലേ? നീ വന്നേ. അമ്മ വരട്ടെ. അച്ഛാ, ഇനിമോട് 2 ദിവസം ഇവിടെ നിൽക്കട്ടെ ഏട്ടാ. വേണ്ട ശാരി, വെറുതെ എന്തിനാ അവിടെ ക്ലാസ് മുടക്കുന്നത്? അവളെ ഇവിടുന്ന് കോൺവെന്റിൽ കാറി കൊണ്ടു വിടാം. 1/2 മണിക്കൂറല്ലേ ആവൂ. ഇവിടെ വന്നാൽ അവള് പഠിക്കില്ല, മഹാകള്ളിയാ. അമ്മേ വരട്ടെ. ശരി ശരി മോനെ. ആ, എന്താ തോമസ്? ഞാൻ വീട്ടിൽ വന്നപ്പോ കോടതി പോയിന്ന് പറഞ്ഞു. എന്നാ കേസ് വെച്ചിരിക്കുന്നത്? 26-ാം തീയതി. സാക്ഷികളൊക്കെ പ്രിപ്പയർഡ് ആണോ? 4 പേരെ ശരിയാക്കിയിട്ടുണ്ട്. 4 പേരുണ്ടോ? ദാറ്റ്സ് ടു മച്ച്. ആ പിന്നെ ആ വർക്ക് വേണ്ട. അയാൾ ഇവിടെ വന്നൊന്ന് പറയും, കോടതി ചെന്ന് മറ്റൊന്ന് പറയും. അയാളെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ 20-ാം തീയതി സാക്ഷികളുമായി വീട്ടിലേക്ക് വരും. ഞാൻ വരട്ടെ. ഹലോ. എന്താ മോളെ, ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എയർപോർട്ടിൽ കാർ അയച്ചിരുന്നു. അയ്യോ ഡാഡി, ഒരു കേസ് അത്യാവശ്യമായിട്ട് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. നാളെ ഈവനിങ് ഫ്ലൈറ്റ് ഞാൻ വരാം. എയർപോർട്ട് വണ്ടി അയക്കൂ. ആ, വേറെ വിശേഷമൊന്നുമില്ലല്ലോ. നിന്റെ അങ്കിൾ എന്തെടുക്കുന്നു? അങ്കിൾ അകത്തുണ്ട്, വിളിക്കണോ? വേണ്ട വേണ്ട, ഞാൻ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ ഡാഡി. ഓക്കെ, ബൈ ബൈ. ആ അങ്കിൾ, ഡാഡി ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞില്ലേ പോകുന്നില്ലെങ്കിൽ ഒന്ന് വിളിച്ചു പറയേണ്ടതായിരുന്നു. ഏതായാലും നാളത്തെ ഈവനിങ് ഫ്ലൈറ്റിന് ഒരു ടിക്കറ്റ് എടുക്കാൻ ഗോപാലിനോട് പറഞ്ഞിട്ടുണ്ട്. എന്താ ഗോപാല? ഡോക്ടർ, എനിക്കൊരു സഹായം കൂടി ചെയ്യണം. എന്താ? നേരത്തെ വാങ്ങിയ രൂപയടക്കം ഞാൻ ഒരുമിച്ച് തരാം. കാര്യം എന്താന്ന് പറയും. എന്റെ ചേട്ടന് ഷാജിമാർ ഹോട്ടലിലെ ജോലി. കുറച്ച് ദിവസമായിട്ട് ചേട്ടൻ സുഖമില്ലാതെ കിടപ്പില്ല. വീട്ടിലാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഗോപാലിന് എത്ര രൂപയാണ് വേണ്ടത്? ഒരു 50 രൂപ കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരം. ഡോക്ടർ പോകുന്നില്ലേ? ഓ, രവി സാറ് വരണായിരിക്കല്ലേ? അതെ, ഇത്ര സമയമായിട്ടും കണ്ടില്ല. ടാക്സി വിളിക്കണം. വേണ്ട, രവീട്ടം വരാതിരിക്കില്ല. ഓ, സലിമംഗൽ കൊണ്ടുവന്ന ട്രെയിനാ. കൊള്ളാവല്ലോ മോളെ. അയ്യോ ഡാഡി, മമ്മി അവിടെ. എന്ത് വന്നില്ലേ? ഇല്ല. കോൺഫറൻസ് കഴിയുമ്പോൾ ലേറ്റ് ആവുമെന്ന് വിളിച്ചു പറയാൻ ഞാൻ ആ തോമസിനോട് പറഞ്ഞതാണല്ലോ. അവൻ മറന്നു കാണും. മണി 8 ആയല്ലോ. ഞാനൊന്ന് പോയിട്ട് വരാം. വേഗം വരണേ ഡാഡി. വാണ്ടി കളിക്കാം.
നേരമായിട്ട് സാറിനെ കാണുന്നില്ലല്ലോ. മണി 8 കഴിഞ്ഞു. ഒരുപക്ഷെ ഡോക്ടർ പോയി കാണുമെന്ന് കരുതി സാറ് വീട്ടിലേക്ക് പോയിരിക്കും. ഗോപാലൻ പോയി ടാക്സി വിളിച്ചോണ്ട് വരും. ശരി ഡോക്ടർ. ഗോപാല, ഇന്ദു ഭാഗത്തുണ്ടോ? ഉണ്ട്. ഡോക്ടർ ഭയങ്കര ചൂടില്ല. സാറ് വേറെ എത്തിക്കല്ലേ. ഞാൻ കോൺഫറൻസിന് തോമസിനെ വിളിച്ചപ്പോ അപ്പൊ വീട്ടിൽ ചെന്നപ്പോ സലീം ഈ വണ്ടി കൊടുക്കുന്നുണ്ട്. പോവാം. പശുക്കുട്ടി വട്ടം ചാടിയതാ. അപ്പൊ അവര് പോയിക്കോട്ടല്ലേ? മമ്മിക്ക് ഇങ്ങോട്ട് വന്നൂടെ? ദിവസം ഡാഡി വന്നാലേ വരത്തുള്ളൂ. ഡോക്ടർ സാറിന്റെ ഒരു കോപം. ഓടി ഓടുന്നു. മോളെ, മമ്മി ഡാഡിയോട് പിണങ്ങിയിരിക്കുക. അതെയോ? മമ്മി പിണങ്ങിയ പിണങ്ങട്ടെ, ഡാഡിക്ക് ഞാനില്ലേ? അയ്യോ മോളെ, മമ്മി പിണങ്ങിയ ഡാഡിയുടെ എല്ലാ കാര്യങ്ങളും മുടങ്ങും. അതെന്താ? അത് ശരി. അല്ല, നമ്മളിപ്പോ ശാപ്പാടിന് എന്ത് ചെയ്യും? അതിനൊരു വഴിയുണ്ട്. കൊള്ളാമല്ലോ. അയ്യേ, എന്താ മമ്മി ഇത്? ആഹാ, ഇപ്പൊ ഞാൻ പുറത്തായി. മമ്മിക്ക് നാണല്ലോ വഴക്കിട്ടിരുന്നിട്ട് ഡാഡി കെട്ടിപ്പിടിക്കാൻ. എന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞു മോളെ, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പോട്ടെ. ഓ, അവളുടെ ഒരു ഡാൻസും കൂത്തും. മമ്മിക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നിന്നെ ഡാഡിയുടെ കൂടെ കിടക്കാൻ വരുന്നത്? ഞാൻ എന്റെ ഡാഡിയുടെ കൂടെ കിടന്നിറങ്ങിക്കോളാം. മോളുവാ, നിന്റെ മമ്മിയെ എത്ര പറഞ്ഞാലും കേൾക്കൂല. നാണമില്ലാതെ ഡാഡിയുടെ കൂടെ ഒന്ന് എപ്പോഴും കിടക്കും. ഒന്ന് എഴുതിട്ട് പോടി ശവമേ. ചതിക്കല്ലേ മോളെ. എന്താ ഡാഡി? ഒന്നുമില്ല മോളെ, മോളുറങ്ങിക്കോ. ഉണക്കോട്ടാ. ഉണക്കോ.
See this? This growth may develop into ulcer. Yeah, but this is not so serious. നമുക്ക് നോക്കാം. ശരി. അല്ല, ഇതാര് വക്കീൽ സാറോ? നീ ഇവിടെ തന്നെ ഉണ്ടോടി? നിനക്കിടയ്ക്കൊന്ന് ഫോൺ ചെയ്യാൻ പോലും സമയമില്ലല്ലോ. ആര് പറഞ്ഞു ഞാൻ ഫോൺ ചെയ്തില്ലെന്ന്? നീ അങ്കിളിനോട് ചോദിച്ചു നോക്ക്. ബൈ ദ ബൈ, ഷീസ് ഡോക്ടർ റേച്ചൽ. ഹലോ, ഐ എം രജനി. അറിയാം. നിങ്ങളുടെ പഴയ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഇന്ദു എപ്പോഴും എന്നോട് പറയാറുണ്ട്. പിന്നെന്താ പതിവില്ലാതെ? ഞാനിന്ന് ബാംഗ്ലൂർ വരെ പോകുന്നു, ഡാഡിയുടെ അടുത്തേക്ക്. എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് നിന്നെ ഒന്ന് കാണാന്ന് വിചാരിച്ചു. എന്താ വിശേഷം? ഡാഡിക്ക് വിളിക്കാൻ വല്ല വിശേഷം വേണോ? 365 ദിവസവും ഞാൻ ഡാഡിയുടെ കൂടെ ഇരുന്ന ഡാഡിക്ക് അത്രയ്ക്ക് വലിയ ഹാപ്പിയാ. അയ്യോ, സമയം ഒരുപാടായി, ഞാൻ വരട്ടെ. ഓക്കെ, വിഷ് യു ഹാപ്പി ജേണി. താങ്ക് യു. ഡോക്ടർ, ഈ പേഷ്യന്റിനെ ഒന്ന് അറ്റൻഡ് ചെയ്തേക്കും. ശരി ഡോക്ടർ. മറ്റുപടി. ഹലോ, 4254 ഇതുവരെ കിട്ടിയില്ലല്ലോ. ഒന്ന് കത്തി. ഹലോ, 4254 അല്ലേ? അതെ. മിസ്റ്റർ രവി ഉണ്ടോ അവിടെ? ഇല്ല. ആരാണ്? ഞാൻ രവിയുടെ ഒരു ഫ്രണ്ടാണ്. ഡോക്ടറമ്മയല്ലേ? അതെ, മനസ്സിലായില്ലല്ലോ. എന്റെ പേര് ഗോപി. ഞാൻ രവിയുടെ പഴയ ഒരു കോളേജ് മേറ്റാണ്. ഓ, എപ്പോ വന്നു? എന്താ, എന്നെ അറിയുമോ? പിന്നെ എങ്ങനെ? രവിയേട്ടൻ പറഞ്ഞിട്ടുണ്ട് സ്നേഹിതന്റെ എല്ലാ കാര്യവും. അതെയോ? അവനെ ഇപ്പൊ എവിടെ കിട്ടും? സൈറ്റിൽ പോയിരിക്കുക. ഉച്ചയ്ക്ക് ഉണ്ണാൻ വരില്ലേ അവൻ? വരും. അവൻ വരുമ്പോ പറയണം ഞാൻ ഹോട്ടൽ ഷാലിമാറിലുണ്ടെന്ന്. ഞാൻ ഇന്ന് തന്നെ ദുബായിക്ക് തിരിച്ചു പോവുകയാണ്. വൈകിട്ട് 6:30 മണിക്കാണ് ഫ്ലൈറ്റ്. അവൻ വന്നാ പറയണം അവനോടൊന്ന് ഇവിടം വരെ വരാൻ. പറയാം. മറക്കോ? ഇല്ലില്ല. എന്റെ റൂം നമ്പർ 401, ഹോട്ടൽ ഷാലിമാർ. വെക്കട്ടെ. ഓക്കെ, താങ്ക് യു. പിടിപ്പിക്കട്ടെ കൊണ്ട. കുറച്ചുകൂടെ. മതി മതി മതി. പിന്നെ ആ ഗോപി വന്നിട്ടുണ്ട്. ഏത് ഗോപി? നിങ്ങളുടെ പഴയ ഫ്രണ്ട് തന്നെ. എന്നിട്ട് നീ എന്താ എന്നോട് ഇതുവരെ പറയാഞ്ഞേ? ഊണ് കഴിഞ്ഞിട്ട് പറയാമെന്ന് കരുതി. അവനിവിടെ വന്നിരുന്നു? ഇല്ല, വിളിച്ചിരുന്നു. പിന്നെ ഇവിടെ ഹോട്ടൽ ഷാലിമാറിൽ റൂം നമ്പർ 401. ഞാൻ നോക്കിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും വിളിച്ചാലേ ഞാൻ ഹോട്ടൽ ഷാലിമാറിൽ 401 ഉണ്ടെന്ന് പറയണം. ശരി. ഓ, ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോ എന്തൊരു വെപ്രാളം. നാരായണിയമ്മേ, ഇതാ വരുന്നേ. ഇതൊക്കെ എടുത്തു വെക്കൂ. ഓ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാണേ.